തീവ്രതയ്ക്കും ജീർണതയ്ക്കും മധ്യേയുള്ള ഡോക്ടർ യൂസഫുൽ ഖർദാവിയുടെ നിലപാടുകളെ ശക്തമായി പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഖത്തറിൽ ഒത്തുചേർന്നത്. ദോഹയിലെ ഫനാർ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ഫലസ്തീനിലെ ഹമാസ് രാഷ്ട്രീയകാര്യ വക്താവ് ഖാലിദ് മിഷൽ, അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭ സെക്രട്ടറി ജനറൽ ഡോക്ടർ അലി മുഹീദ്ദീൻ ഖുറദാഗി, വൈസ് പ്രസിഡന്റ് മൊറോക്കോയിൽ നിന്നുള്ള അഹമ്മദ് ക്രീസ്, ഡോക്ടർ അബ്ദുസലാം ബിസ്യൂനി തുടങ്ങി 40 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പണ്ഡിതർ പങ്കെടുത്തു. തന്നെ ഖത്തറിൽ നിന്നും പുറത്താക്കിയെന്ന് പ്രചരിപ്പിക്കുന്നവർ താൻ ഖത്തർ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് ഖർദാവി പറഞ്ഞു. എന്നാൽ ഖത്തർ ഭരണാധികാരികൾ തനിക്ക് നൽകുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. بعزة الله عز وجل كل قوتي وكل غناي وكل عزتي من الله عز وجل. ഫലസ്തീൻ ജനതയ്ക്ക് ഖർദാവി നൽകി വരുന്ന പിന്തുണ വിസ്മരിക്കാനാവില്ലെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഹമാസ് രാഷ്ട്രീയകാര്യ വക്താവ് ഖാലിദ് മിഷൽ പറഞ്ഞു. صحبت فيه شيخنا في مطلع التسعينيات. അറബ് വസന്തത്തെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിരതമായതിനാൽ കഴിഞ്ഞ 3 വർഷമായി ഇത്തരം സംഗമങ്ങൾ നടന്നിരുന്നില്ല. വിവിധ കാലങ്ങളിലെ ഖർദാവിയുടെ ശിഷ്യരുടെ സംഘടനയായ ഖർദാവി സ്റ്റുഡൻസ് ഫോറമാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ.